പെൻഷൻ, ഫാമിലി പെൻഷൻ ഇപ്പോൾ ഇൻകം ടാക്സിന് അതിൻ്റെ കീഴിലാണ്, അതായത് ഇൻകം ടാക്സിൽ വരും. അത് എടുത്തു കളയണമെന്ന് ഒരുപാട് ഫാമിലി പെൻഷൻ കിട്ടുന്ന വിധവകളായ സ്ത്രീകൾ എന്നെ വിളിച്ച് റിക്വസ്റ്റ് ചെയ്തു. ഒന്ന് പറയണം എന്നും പറഞ്ഞിട്ട്, അതായത് കേന്ദ്ര ബജറ്റിന് മുൻപായിട്ട് ഞാനതൊരു പ്രപ്പോസലായിട്ട് അയച്ചിട്ടുണ്ട്. അത് ശ്രീമതി നിർമ്മല സീതാരാമൻ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, ബീയിങ് എ വുമൺ. അപ്പോൾ അത് അംഗീകരിക്കുമോ എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നും എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ കുറച്ച് പ്രപ്പോസൽസ് അയച്ചെങ്കിലും അതിനൊന്നും എനിക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഐ എം നോട്ട് ഷുവർ. എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി ഇവിടുത്തെ MP-മാരോടും ഇവിടെ നിന്നുള്ള 2 മന്ത്രിമാരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഫാമിലി പെൻഷൻ ഇതിൽ നിന്ന്, നികുതിയിൽ നിന്ന്, അതായത് ഇൻകം ടാക്സിൽ നിന്ന് ഒഴിവാക്കണം. അതുപോലെ ഇൻകം ടാക്സ് സ്ലാബ് റേസ് ചെയ്തിട്ട് ഒരുപാട് കാലമായി. പക്ഷേ നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ ഉയർന്നു നിൽക്കുകയാണ്. അപ്പോൾ ഇൻകം ടാക്സ് സ്ലാബിലും ഒരു വർധനവ് അത്യാവശ്യമാണ് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഇന്ത്യയിലെ കാര്യങ്ങൾ, ഇന്ത്യക്ക് മൊത്തമായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നാം കാണേണ്ടത് തൊഴിലില്ലായ്മയാണ്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അതിൻ്റെ അവസാനവട്ട പഠനത്തിൽ കണ്ടെത്തിയത് ഇന്ത്യയിൽ 82.9% തൊഴിലില്ലായ്മ എന്നാണ്. അതിലെ അഭ്യസ്തവിദ്യരായ പുരുഷന്മാരുടെ തൊഴിലില്ലായ്മ, അഭ്യസ്തവിദ്യർ എന്ന് പറയുന്നത് പ്രീ ഡിഗ്രിയും അതിന് മുകളിലേക്കും വിദ്യാഭ്യാസമുള്ളവരെയാണ്. അത്തരം പുരുഷന്മാരുടെ തൊഴിലില്ലായ്മ 65% മുകളിലാണ്. അതേ സമയത്ത് അതേപോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനുള്ള സ്ത്രീകളുടെ തൊഴിലില്ലായ്മ 76.7%. അപ്പോൾ ഈ 2 തൊഴിലില്ലായ്മയും വസ്തുനിഷ്ഠമായിട്ട് നോക്കുകയും പരിശോധിക്കുകയും അതിന് ഒരു പരിഹാരം കണ്ടെത്തുകയും ചെയ്യണം. അപ്പോൾ അതിന് പരിഹാരം കണ്ടെത്തണമെങ്കിൽ എന്താണ്? ഇപ്പോൾ ഇന്ത്യയിൽ സാമ്പ്രദായികമായിട്ടുള്ള രീതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 96%, 94 മുതൽ 96% വരെ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുന്നത് നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ വഴിയാണ്, അതായത് MSME സെക്ടർ വഴിയായിട്ടാണ്. പക്ഷേ ഈ MSME സെക്ടറിന് എന്ത് സംഭവിച്ചു? പല പഠനങ്ങളും കാണിക്കുന്നുണ്ട്. നോട്ട് നിരോധനം, നമുക്കറിയാം, നോട്ട് നിരോധനം നടപ്പിലായതോടുകൂടി, നോട്ട് നിരോധനം എന്ന് പറയുന്നത് November 8, 2016 ഒരു രാത്രി നോട്ട് നിരോധനം, അതായത് 86.4% കറൻസി പിൻവലിക്കുന്നതായിട്ടുള്ള, ഒരു ഹൈ വാല്യൂ കറൻസി പിൻവലിക്കുന്നതായിട്ടുള്ള അനൗൺസ്മെൻറ്റ് വരുന്നത്. അങ്ങനെ അതിനടുത്ത ദിവസം മുതൽ നമ്മൾ കണ്ടതാണ്, പൈസ പിൻവലിക്കാൻ വേണ്ടിയുമൊക്കെ ക്യൂവിൽ നിന്ന്, പൈസ മാറ്റിയെടുക്കാൻ വേണ്ടിയൊക്കെ ക്യൂവിൽ നിന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നവരൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം ആ കാലഘട്ടത്തിൽ ഈ നോട്ട് നിരോധനം അതായത് കറൻസി ഇല്ലാതെ ഉള്ള ഇക്കോണമി, അന്ന് നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആയിരുന്ന രാജീവ് കുമാർ തന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്: 45 വർഷത്തെ ഏറ്റവും വലിയ പണച്ചുരുക്കം, 75 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അങ്ങനെ പറഞ്ഞ ദുരവസ്ഥയിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിച്ചത് തെറ്റായ നോട്ട് നിരോധന നയം മൂലമായിരുന്നു. അതോടുകൂടി എന്ത് സംഭവിച്ചു? ഈ പറയപ്പെട്ട നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങളൊക്കെ നിലം പരിശായി. അവ പിന്നെ റിവൈവ് ചെയ്ത് വരാൻ തുടങ്ങിയപ്പോഴേക്കും വരുന്നു 2017 ജൂലൈ 1 ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, അതായത് ചരക്ക് സേവന നികുതി. വേണ്ടത്ര മുൻ ഒരുക്കങ്ങൾ കൂടാതെ ഈ ചരക്ക് സേവന നികുതി കൊണ്ടുവന്നത് മറ്റൊരു കനത്ത പ്രഹരമായി അതിൻ്റെ നികുതി ശൃംഖലയിൽ വന്നു ചേരേണ്ട പല ഫേംസും. അങ്ങനെ ആ തിരിച്ചടി, അതും കഴിഞ്ഞ് അതിനെയും പതുക്കെ പരിഹരിച്ച്, അതായത് 5 വർഷത്തേക്ക് കോമ്പൻസേഷൻ, റവന്യൂ വരുമാനത്തിൽ വരുന്ന, നികുതി വരുമാനത്തിൽ വരുന്ന കുറവിനനുസരിച്ച് കോമ്പൻസേഷൻ കൊടുക്കുമെന്ന് ശാസ്ത്രീയമായിട്ടൊക്കെ തീരുമാനിച്ചിരുന്നു. അങ്ങനെ തീരുമാനിച്ചിരുന്ന ആ ഘട്ടത്തിലാണ്, ശാസ്ത്രീയമായിട്ട് തീരുമാനിച്ചിരുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ ശാസ്ത്രീയമായി തീരുമാനിച്ചത് എന്നും കൂടി ഞാൻ പറയാം. അതായത് ഒരു സംസ്ഥാനത്തിന് കിട്ടേണ്ട റവന്യൂ ലോസ് എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട കോമ്പൻസേഷൻ എങ്ങനെ തീരുമാനിച്ചു? മുൻ 3 വർഷത്തെ, അതായത് അതേ വർഷത്തെയും വേറെ മുന്നോട്ടുള്ള 2 വർഷത്തെയും കൂടി എടുത്ത് ശരാശരി എടുക്കും. ആ ശരാശരിയിൽ നിന്ന് എത്ര താഴെ പോയോ നമ്മുടെ നികുതി വരുമാനം, ആ താഴെ പോയ ആ വ്യത്യാസം,
ആ വ്യത്യാസമാണ് കോമ്പൻസേഷനായിട്ട് കൊടുക്കുക. അത് നീതിയുക്തമായ ഒരു കോമ്പൻസേഷൻ രീതിയായിരുന്നു. അപ്പോൾ എനിക്കറിയാം ഇവിടെ കേരളത്തിലൊക്കെ നികുതി പിരിവിൽ ഒട്ടും ശുഷ്കാന്തി കാണിക്കാത്തതിനെ പറ്റി ബജറ്റ് ചർച്ചാവേളയിൽ പ്രീ ബജറ്റ് ചർച്ചാവേളയിൽ ഞങ്ങളൊക്കെ പിന്നെ വിമർശിക്കുമ്പോൾ അന്നത്തെ ധനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, കോമ്പൻസേഷൻ കിട്ടുമല്ലോ, പിന്നെ എന്തിനാ നമ്മൾ ഇവരെ അത്ര ബുദ്ധിമുട്ടിക്കുന്നത് എന്ന്. ആ രീതി ഒരിക്കലും ഒരു ധനമന്ത്രിക്ക് ചേരുന്നതല്ല. ധനമന്ത്രിയുടെ ഡ്യൂട്ടി ചെയ്യണം, കേന്ദ്രത്തിൻ്റെ ഡ്യൂട്ടി. കോമ്പൻസേഷൻ കേന്ദ്രം തരുമെന്ന് പറഞ്ഞ് ഇവരെ അയച്ചു കൊടുത്താൽ ഈ വ്യാപാരി വ്യവസായി, അതായത് നികുതി കൊടുക്കേണ്ട സമൂഹത്തിന് അതൊരു എന്താ പറയുക, ഒരു അക്ഷയ പാത്രമായിട്ട് അവരതിനെ യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങും. അവർ നികുതി കൊടുക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ. അങ്ങനെയാണ് പിന്നീടുള്ള വർഷങ്ങളിലൊക്കെ ഇപ്പോഴും നമ്മൾ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കോമ്പൻസേഷൻ 2022 നിന്നു, 22 വരെയാണ് പറഞ്ഞിരുന്നത്. അപ്പം അങ്ങനെ ശാസ്ത്രീയമായി കോമ്പൻസേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും ഈ കോവിഡ് അല്ലാതെ ഈ GST കനത്ത പ്രഹരമാണ് സമ്പദ്ഘടനയിൽ ഏൽപ്പിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഉദാഹരണത്തിന് ഞാനൊരു ഉദാഹരണം കൂടി ഇവിടെ പറയാം. പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GSTയിൽ ഉൾപ്പെടുത്തിയില്ല. അതിനെപ്പറ്റി പാർത്ഥസാരഥി ഷോ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ടാക്സ് എക്സ്പേർട്ടാണ് അദ്ദേഹം, ഒരു ഇന്റർനാഷണൽ ടാക്സ് എക്സ്പേർട്ടാണ് അദ്ദേഹം. തന്നെ ഇവിടുത്തെ നികുതി പരിഷ്കരണത്തെ പറ്റി വാല്യൂ ആഡഡ് ടാക്സ് കൊണ്ടുവരുന്നതും അത് കഴിഞ്ഞിട്ട് അത് പിന്നെ GSTയിലേക്ക് പോകേണ്ടതും ഒക്കെ പറഞ്ഞുള്ള കമ്മീഷനായിട്ട് ചെയർമാനായി റിപ്പോർട്ടുകളൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ടാക്സേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ആ ടാക്സേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റിൽ അദ്ദേഹം പറയുന്നത്, ഒരു ചാപ്റ്ററിൻ്റെ ഹെഡിങ് ആയിട്ട് തന്നെ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ? ഇഫ് പെട്രോളിയം ഈസ് നോട്ട് ദെയർ, ഇറ്റ് ഈസ് നോട്ട് GST. അതായത് GSTക്കകത്ത് പെട്രോളിയം ഇല്ലേ, അത് GST അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്താണ് GSTയുടെ പ്രസക്തി? പെട്രോളിയം ഇല്ലെങ്കിൽ എന്താണ് പെട്രോളിയം അതിനകത്ത് വരണമെന്ന് പറയുന്നത്? കാരണം ഇന്ത്യയെ സംബന്ധിച്ച് പെട്രോളിയം അത്ര പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ്. 80% പെട്രോളിയം നാം ഇറക്കുമതി ചെയ്യുന്നു. ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് ഈ വലിയ രാജ്യത്തെ സാധനങ്ങളും സേവനങ്ങളും വ്യക്തികളും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നതും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിലക്കയറ്റമോ എന്തൊക്കെ ഇന്ത്യയിൽ സംഭവിക്കുന്നുവോ അതിൻ്റെ ഒക്കെ പുറകിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു ഘടകമുണ്ട്, ഒരു പങ്കുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അത്യാവശ്യമായിട്ടും പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GSTയിൽ കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ GSTയിൽ കൊണ്ടുവരുവാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ GSTയിൽ എത്ര നിരക്കുകളാണ് ഉള്ളത്? 0.25. അത് അൺകട്ട് ഡയമണ്ടിനാണ്. 3% അത് ഗോൾഡ് ഓർണമെന്റ്സ്, ഗോൾഡ് ആൻഡ് രത്ന ആഭരണങ്ങൾക്കാണ്. അത് കഴിഞ്ഞ് 5% നിത്യോപയോഗ സാധനങ്ങൾക്കാണ്. 12% അത് നിത്യോപയോഗ സാധനങ്ങൾ തന്നെ ഇത്തിരിയും കൂടി പാക്കറ്റഡായി കുറച്ചും കൂടി ലക്ഷറിയിലേക്ക് വരുന്നത്. 18% ലക്ഷറിയാണ്. 28% സൂപ്പർ ലക്ഷറിയാണ്. ഇപ്പോൾ അങ്ങനെ സൂപ്പർ ലക്ഷറിക്ക് വേണമെങ്കിൽ സെസ്സും അതൊക്കെ പിന്നെ BMW പോലെയുള്ള കാറുകളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ സെസ്സും വരും. ഈവൻ മാരുതി കാറിന് പോലും ഡീസലിന് ഒരു സെസ്, പെട്രോളിന് വേറൊരു സെസ്, അങ്ങനെയൊക്കെ ഉണ്ട് എന്നത് നമ്മൾ ഓർത്തിരിക്കണം. അപ്പം അങ്ങനെ പെട്രോളിയം വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമായിട്ട് പോലും അത് ഈ സെസ്സിന് ഇതിനകത്ത് കൊണ്ടുവന്നില്ല. എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല? ഷോം തന്നെ, നമ്മൾ പാർത്ഥസാരഥി ഷോം തന്നെ പറയുന്നുണ്ട്, കേന്ദ്ര സർക്കാരിന് ഇഷ്ടം പോലെ നികുതി ചുമത്താം, അതിനുമേൽ സർചാർജും സെസ്സും ചുമത്താം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. ബിക്കോസ് എല്ലാവരും കൺസ്യൂം ചെയ്യുന്ന, എല്ലായിടത്തും സർവ്വവ്യാപിയായ ഒരു ഉൽപ്പന്നമാണ്, ഏറ്റവും ലാഭകരമാണ് അതിനെ ഇട്ട് പന്താടുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും പെട്രോളിയം സെസ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് കിഫ്ബി കൊണ്ടുവന്നപ്പോൾ തന്നെ കിഫ്ബിയുടെ പിന്നെ പലിശയും മുതലും തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടി 1% സെസ് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ ഡോക്ടർ തോമസ് ഐസക് കേരളത്തിൽ ഇമ്പോസ് ചെയ്തു. അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതിക്ക് മുകളിലാണ് ഈ സെസ് വരുന്നത്. അപ്പം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തീർച്ചയായിട്ടും GSTയിൽ കൊണ്ടുവരേണ്ടതാണ്, വില നിയന്ത്രിച്ച് നിർത്താൻ എന്നുള്ളതാണ് പാർത്ഥസാരഥി ഷോം അങ്ങനെ പറഞ്ഞത്. ഇഫ് പെട്രോളിയം ഈസ് ഔട്ട്, ഇറ്റ് ഈസ് നോട്ട് GST എന്ന് അദ്ദേഹം പറഞ്ഞത്. വില നിയന്ത്രിച്ച് നിർത്താൻ ഈ രാജ്യത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. അപ്പോൾ ആ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GSTയിൽ കൊണ്ടുവരേണ്ടതായിരുന്നു. അല്ലെങ്കിൽ നികുതി ഭാരം കൊണ്ട് ഇവിടുത്തെ പൗരജനം ബുദ്ധിമുട്ടു എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ GSTയിൽ കൊണ്ടുവരാൻ, ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GSTയിൽ കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തേണ്ടതാണ്.
അതിന് കേന്ദ്ര ഗവൺമെന്റിനും ഇഷ്ടമില്ല, സംസ്ഥാന സർക്കാരുകൾക്കും ഇഷ്ടമില്ല. കാരണം അതൊരു കറവ പശുവാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ്. അത് നമ്മുടെ MP-മാരും MLA-മാരും ഒക്കെ ഈ കാര്യം കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുത്ത് ശക്തമായ നിലപാടെടുക്കണം. ഇപ്പോൾ പണ്ടത്തെ BJP അല്ല, ഇപ്പോഴത്തെ BJP ഒരു മുന്നണിയാണ്. ആ മുന്നണി സംവിധാനത്തിലെ ശക്തമായ മുന്നേറ്റം നടത്തിയാൽ തീർച്ചയായിട്ടും ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രൈസ് റൈസിനെ പറ്റി പറയുമ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ GSTയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ പ്രൈസ് കട്ട് ചെയ്യാൻ, വിലകൾ കുറച്ചു കൊണ്ടുവരാൻ ഒരു സഹായകമായ നടപടിയാകും. ഇപ്പോൾ എവിടെ നിൽക്കുന്നു വിലകൾ എവിടെ നിൽക്കുന്നു എന്ന് നോക്കുമ്പോഴാണ് നമുക്ക് അതിശയം കൂടും. അതായത് മോണിറ്ററി പോളിസി കമ്മിറ്റി 4%-നും 6%-നും ഇടയ്ക്ക് ഉപഭോക്തൃ വിലകൾ പിടിച്ചു നിർത്താനായിട്ടാണ് 2020 മുതൽ, കോവിഡ് കാലം മുതൽ ശ്രമം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ എവിടെ നിൽക്കുന്നു? 5.84 നിൽക്കുകയാണ് ഉപഭോക്തൃ വില നിലവാരം സൂചിക. പക്ഷേ ഭക്ഷ്യവില സൂചിക 8.75% നിൽക്കുകയാണ് ഓൾ ഇന്ത്യ തലത്തിൽ. മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം, ഇപ്പോൾ ഇൻഫ്ലേഷൻ വളരെ ഉയരത്തിൽ നിൽക്കുന്നു, പ്രത്യേകിച്ച് ഭക്ഷ്യ വിലക്കയറ്റം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതായത് 8.75% നിൽക്കുകയാണ് ഭക്ഷ്യ വിലക്കയറ്റം. അതുകൊണ്ടും പൊതുവെയുള്ള വിലക്കയറ്റം കൊണ്ടും ഒക്കെ ഇൻകം ടാക്സിൻ്റെ സ്ലാബ് റേസ് ചെയ്യണം. അതൊരു ജെനുവിനായിട്ടുള്ള ഒരവകാശമായിട്ടാണ് ഇപ്പോൾ ഇൻകം ടാക്സ് പേയ്മെൻറ്റ് നടത്തുന്നവർ ആവശ്യപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ഇനീക്വാളിറ്റി സ്റ്റഡീസ്, അതായത് തോമസ് പിഗറ്റി എന്ന് പറയുന്ന ആ ഫ്രഞ്ച് എക്കണോമിസ്റ്റ്, അദ്ദേഹം ഇന്ത്യയെ പറ്റി 1920-കൾ തൊട്ട് പഠിച്ചിട്ടുള്ള ആളാണ്. എത്രയോ പ്രാവശ്യം നോബൽ പ്രൈസ് കിട്ടാൻ അർഹനായിട്ടുള്ള ആളാണ്. അദ്ദേഹം നോബൽ പ്രൈസ് വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹവും മറ്റൊരു കുറേ വളരെ പ്രശസ്തരായ സാമ്പത്തിക ശാസ്ത്രജ്ഞരും കൂടി ചേർത്ത് നടത്തിയ ഒരു ഇനീക്വാളിറ്റി സർവേയുടെ റിസൾട്ട് ഈ അടുത്ത കാലത്ത് പുറത്തു വരികയുണ്ടായി. അതായത് 1922 മുതൽ 1922-23 മുതൽ 2022-23 വരെയുള്ള പഠനമാണ് അവർ നടത്തിയത്. 100 വർഷക്കാലത്തെ പഠനം. ആ പഠനത്തിൻ്റെ കണ്ടെത്തൽ 1922-23, ഓർക്കണം, അത് ബ്രിട്ടീഷ് ഭരണകാലമാണ്. ആ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അസമത്വമാണ് 2022-23 കാലഘട്ടത്തിലുള്ളത് എന്നാണ് അവരുടെ ആഗോള തലത്തിലുള്ള ആ പഠനം പുറത്തറിയിക്കുന്ന റിസൾട്ട്. അപ്പം എന്തുകൊണ്ടാണ്, അതും പ്രത്യേകിച്ച് അവർ എടുത്തു പറയുന്നു, 2023 തൊട്ട് മുൻപുള്ള 9 വർഷക്കാലം, ആ 9 വർഷക്കാലം എന്ന് പറയുമ്പോൾ അത് 2014-15 തൊട്ട് 22-23 വരെയുള്ള കാലഘട്ടമാണെന്ന് മനസ്സിലാകും. ആ കാലഘട്ടത്തിലാണ് ഈ അസമത്വം വളരെ കൂടിയത് എന്നാണ് ആ പഠനം കാണിക്കുന്നത്. അതായത് ഇന്ത്യയിലെ 1% വ്യക്തികളുടെ കയ്യിലാണ് ഇന്ത്യയുടെ 22-23% ധനവും ഇരിക്കുന്നത് എന്നാണ് ആ പഠനം പറയുന്നത്. അപ്പോൾ ഇനി അസമത്വം ഇങ്ങനെ വളരുന്നു എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? സമ്പന്നൻ കൂടുതൽ സമ്പന്നനാകുന്നു, ദരിദ്രൻ കൂടുതൽ ദരിദ്രനാകുന്നു. അതാണ് അസമത്വം വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ നരേന്ദ്രമോദിജി എപ്പോഴും പറയാറുണ്ട്, ഇന്ത്യയെ മൂന്നാമത്തെ വലിയ ശക്തിയാക്കി മാറ്റും 2030 ആകുമ്പോഴേക്കും എന്ന് പറയാറുണ്ട്. അപ്പോൾ അദ്ദേഹം എന്തുദ്ദേശത്തിലാണ് അങ്ങനെ പറയുന്നത് എന്ന് നമുക്കറിയാം. അതായത് GDP ഗ്രോ ചെയ്ത് ആ GDPയുടെ കണക്ക് വെച്ചാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഓർമ്മിക്കേണ്ടത് GDPയുടെ ഗ്രോത്ത് അല്ല വികസനം എന്ന് പറയുന്നത്. GDPയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് സാധന സേവനങ്ങളുടെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന വളർച്ചയാണ്. ആ വളർച്ച വികസനമായി, അതായത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട് സർവ്വസാധാരണക്കാരുടെയും കരങ്ങളിലെത്തുമ്പോൾ അത് ഉപഭോഗിക്കപ്പെടുന്നു. അപ്പോഴാണ് അവരുടെ ക്ഷേമം വർദ്ധിക്കുന്നതും അപ്പോഴാണ് GDP ഗ്രോത്ത്, ഡെവലപ്മെന്റ്, വികസനമായി മാറുന്നതും. ഒരു ജനം ഒരു ഗവൺമെന്റിനെ ഭരണത്തിലേറ്റുന്നത് GDP വളർച്ചയ്ക്ക് വേണ്ടി മാത്രമല്ല. GDP വളർന്നു, പക്ഷെ അതിൻ്റെ ഒരു നല്ല ഭാഗം അദാനിയുടെ കയ്യിൽ, വേറൊരു ഭാഗം അംബാനിയുടെ കയ്യിൽ, ഇനിയും ഒരു ഭാഗം വേറൊരു കോർപ്പറേറ്റ് കയ്യിൽ. അങ്ങനെ ക്രോണി ക്യാപിറ്റലിസം വളർത്തിയെടുക്കുന്നതിന് വേണ്ടി അല്ല
ജനങ്ങൾ ഒരു ഗവൺമെന്റിനെ ഭരണത്തിലേറ്റുന്നത്? എന്തിനാണ് ജനങ്ങൾ ഒരു ഗവൺമെന്റിനെ ഭരണത്തിലേറ്റുന്നത്? GDP വളരുന്നതോടൊപ്പം തൊഴിൽ മേഖലയിൽ വളർച്ചയുണ്ടാകണം, തൊഴിലുകൾ വളരണം. ആ തൊഴിലാളികൾക്ക് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ മാൻഡേറ്റ് ചെയ്യുന്നത് പോലെയുള്ള തൊഴിൽ സൃഷ്ടിക്കപ്പെടണം. എന്താണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ മാൻഡേറ്റ് ചെയ്യുന്ന തൊഴിൽ നന്മകൾ? ഒന്നാമത് ഫിക്സ്ഡ് ജോലി, അതായത് സ്ഥിര ജോലി. 2 മാന്യമായ വേതനം. 3 യൂണിയനൈസ് ചെയ്യാനും അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കാനുമുള്ള അവസരം. 4 സോഷ്യൽ സെക്യൂരിറ്റി അഥവാ പെൻഷൻ. ഈ 4 ഗുണങ്ങളുമുള്ള തൊഴിലാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ലോകത്തെവിടെയുമുള്ള തൊഴിലാളികൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രത്തിന്റെ GDP വളരുമ്പോൾ അതിനോടൊപ്പം തൊഴിലുകളും സൃഷ്ടിക്കപ്പെടണം. തൊഴിലാളികൾക്ക് മാന്യമായ വേതനം ലഭ്യമാകണം. അങ്ങനെ മാന്യമായ വേതനമാണ് നമ്മുടെ ഭക്ഷണമായിട്ട്, നമ്മുടെ വസ്ത്രമായിട്ട്, നമ്മുടെ വിദ്യാഭ്യാസമായിട്ട്, നമ്മുടെ ആരോഗ്യ മേഖലയിലെ ചെലവായിട്ടൊക്കെ മാറുന്നത്. അങ്ങനെയാണ് ക്ഷേമം വർദ്ധിക്കുന്നത്. അപ്പോൾ വളർച്ച ക്ഷേമം വർദ്ധിപ്പിച്ച് വികസനം കൊണ്ടുവരുന്നു. അങ്ങനെയുള്ള വികസനമാണ് ഏത് രാജ്യവും ആഗ്രഹിക്കുന്നത്. അതായത് ലോകത്ത് ജനിച്ച ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നത് തനിക്ക് മാന്യമായ വേതനം, മാന്യമായ ഭക്ഷണം ഇതെല്ലാം ലഭ്യമാകണം എന്നാണ്. അപ്പൊ അങ്ങനെ വളർച്ചയുണ്ടായാൽ മാത്രം പോരാ, GDP വളർന്നാൽ മാത്രം പോരാ, ആ GDP ജനങ്ങളിലേക്ക് അവരുടെ പങ്ക് ആയിട്ട് എത്തിച്ചേരണം. അതിനാണ് തൊഴിൽ സൃഷ്ടി വേണമെന്ന് പറയുന്നത്. അപ്പം ഈ തൊഴിൽ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ അസമത്വം കുറയ്ക്കുന്ന തരത്തിൽ ട്രേഡ് യൂണിയൻസും ഒക്കെ ആയിട്ട് സംസാരിച്ച്, നമുക്കറിയാം ഗിഗ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ് വളരെ നിർഭാഗ്യകരമായ അവസ്ഥയിലുള്ള തൊഴിലാളികളാണ് ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ്. അപ്പോൾ ഇത്തരക്കാരുടെയൊക്കെ മാന്യമായ ജോലിയും മാന്യമായ വേതനവും ഒക്കെ ആക്കി മാറ്റുന്നത് എങ്ങനെ? അതിന് ട്രേഡ് യൂണിയൻസുമായിട്ട് ഗവൺമെന്റ് സംസാരിച്ച് കോൺസെൻസസിലെത്തി അതിന് വേണ്ട നിർദ്ദേശങ്ങൾ എടുക്കണം. എന്തായാലും അതായത് ഇപ്പോൾ മിനിമം സപ്പോർട്ട് പ്രൈസ് 330 രൂപയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാർക്ക്. അത് ഒരു 400 രൂപയെങ്കിലും ആക്കി മാറ്റണം, ഉയർത്തണം. അതോടൊപ്പം തന്നെ 150 ദിവസമെങ്കിലും തൊഴിലുറപ്പ് പദ്ധതി തൊഴിലുകൾ ലഭ്യമാക്കണം. അതുപോലെ ഇന്ത്യയിലെ സർവ്വ മേഖലകളിലും മിനിമം വേതനം 400 രൂപ എങ്കിലും ആക്കി നിജപ്പെടുത്തണം. ഇതിനൊക്കെയുള്ള തീരുമാനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ GDPയുടെ വളർച്ച വികസനമായിട്ട് മാറ്റപ്പെടുന്ന ഒരു സമൂഹം മാത്രമാണ് വളരുന്ന സമൂഹം, ഉണരുന്ന സമൂഹം. അത്തരം ഒരു സമൂഹത്തിന് മാത്രമേ വരാനിരിക്കുന്ന സാങ്കേതിക മികവിൻ്റെ യുഗത്തിലേക്ക്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആകട്ടെ, മെറ്റായാകട്ടെ, ഏതുമാകട്ടെ, അത്തരം ഒരു യുഗത്തിലേക്ക് കയറിപ്പറ്റാൻ അങ്ങനത്തെ ജനങ്ങൾക്ക് മാത്രമേ പറ്റൂ. അതിനിവരെ സജ്ജമാക്കാൻ ഈ ബജറ്റ് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ആണ് എല്ലാ ബജറ്റുകളിലും, നിർമ്മലാ സീതാരാമൻ്റെ എല്ലാ ബജറ്റുകളിലും മൂലധന നിക്ഷേപത്തിന്, അതായത് ഹൈവേസ്, പോർട്സ്, റെയിൽവേസ് ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. റെയിൽവേ മാത്രമാണ് ഇതുവരെ തഴഞ്ഞു കണ്ടിട്ടുള്ളത്. ഈ പ്രാവശ്യത്തെ ബജറ്റിൽ, അതായത് കഴിഞ്ഞ ഇന്റീരിയം ബജറ്റിൽ തന്നെ 11.11 ലക്ഷം കോടിയുടെ മൂലധന നിക്ഷേപമാണ് ഉദ്ദേശിച്ചിരുന്നത് ഇന്റീരിയം ബജറ്റിൽ. അപ്പോൾ അത് 11.11 ലക്ഷം കോടി എന്നുള്ളത് ചിലപ്പോൾ 12 ലക്ഷം കോടിയായിട്ട് ഉയർന്നെന്ന് വരാം നാളത്തെ ബജറ്റിൽ. പക്ഷെ അതോടൊപ്പം തന്നെ അങ്ങനെ ബജറ്റ് വഴിയായിട്ട് ഇത് കൊടുക്കുമ്പോഴും, അതായത് മൂലധന നിക്ഷേപം പോർട്ടുകളിലും എയർപോർട്ടുകളിലും റെയിൽവേയിലും അതുപോലെ ഹൈവേയിലും ഒക്കെ വരുമ്പോൾ തന്നെ ഈ റെയിൽവേയെ തഴഞ്ഞിട്ടിരിക്കുന്നതിൻ്റെ കാരണം കൂടി നിർമ്മലാ സീതാരാമനോട് ചോദിച്ചു മനസ്സിലാക്കാൻ MP-മാർ കൂട്ടാക്കണം. അതായത് വിവേക് ദെബ്രോയ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം എന്താണ് ഇന്ത്യൻ റെയിൽവേയിൽ സംഭവിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു ഇതിനു മുൻപേ 1-2 വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഇന്ത്യൻ റെയിൽവേയെ അലകും പിടിയും സ്വകാര്യവൽക്കരിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യൻ റെയിൽവേ ബജറ്റ് നിർത്തലാക്കണം. ഇന്ത്യയിൽ അത് നരേന്ദ്രമോദി ഗവൺമെന്റ് നിർത്തലാക്കി. ഇനി അത് കഴിഞ്ഞിട്ട് അതിനെ ട്രാൻസ്പോർട്ട് മന്ത്രാലയത്തിന്റെ ഭാഗമാക്കണം. അങ്ങനെ ആക്കിയിട്ടില്ല. ഇപ്പോഴും ഒരു റെയിൽവേ മിനിസ്റ്ററും ഉണ്ട്. അതുപോലെ തന്നെ അതിന് മുൻപുള്ള കാക്കോത്കർ കമ്മിറ്റി പറഞ്ഞിരുന്നു ഇന്റർനാഷണൽ സിഗ്നലിംഗ് സമ്പ്രദായം കൊണ്ടുവരണം. ഒരുപാട് പരിഷ്കരണങ്ങളാണ് കാക്കോത്കർ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞിരുന്നത്. അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട്
വിവേക് ദബ്രോയ് കമ്മിറ്റി റിപ്പോർട്ട് എന്തു പറയുന്നു? റെയിൽവേ ക്യാൻറ്റീൻ നിർത്തലാക്കുക. ക്യാൻറ്റീൻ നിർത്തലാക്കിയിട്ട് അത് പ്രൈവറ്റ് സ്വകാര്യ പാർട്ടികൾക്ക് കൊടുത്തു. ഇപ്പൊ എങ്ങനെയാണ്? റെയിൽവേയിൽ നിന്ന് ആഹാരം കഴിച്ചാലും ഈ വയറിളക്കവും ഛർദിയും ഉണ്ടാകാം. അതാണ് അവസ്ഥ ഈ സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തതോടെ. അതുപോലെ തന്നെയല്ല, ഭക്ഷണത്തിന്റെ വിലയിൽ ഒരു എടുത്തുചാട്ടമാണ്, കുതിച്ചു ചാട്ടമാണ് ഉണ്ടായത്. റെയിൽവേ എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ യാത്രാമാധ്യമമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ റെയിൽവേ ക്യാൻറ്റീനിൽ നിന്നാണെങ്കിൽ വിശ്വസിച്ച് ചെലവ് കുറഞ്ഞ രീതിയിൽ ആഹാരം കഴിക്കാമായിരുന്നു. അതിനെ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെയാണ് നമുക്കറിയാം 4 ലക്ഷത്തോളം തൊഴിലാളികളെയാണ് എന്താണ് വേക്കൻസികളാണ് റെയിൽവേയിൽ കിടക്കുന്നത്. ആ 4 ലക്ഷത്തിൽ ഒരു 17,000-ഓളം ലോക്കോ പൈലറ്റുമാരുടെ വേക്കൻസിയും ഉണ്ട്. ഓർമ്മിക്കുക, ലോക്കോ പൈലറ്റുമാർ ഓവർ ടൈം വർക്ക് ചെയ്ത് ഉറങ്ങിപ്പോകുന്നത് കൊണ്ടാണ് ഈ അടിക്കടി റെയിൽവേ ആക്സിഡൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനൊക്കെ ശാശ്വത പരിഹാരം കാണാനായിട്ട് ലോക്കോ പൈലറ്റുമാരുടെ ഒഴിവുകൾ സത്വരമായിട്ട് നികത്തുക. അതുപോലെ തന്നെ 4 ലക്ഷത്തോളം വരുന്ന റെയിൽവേ വേക്കൻസികൾ ഫില്ല് ചെയ്യുക. നമുക്കറിയാം ILO പറഞ്ഞതുപോലെ 82.9% തൊഴിലില്ലായ്മയുടെ രാജ്യമാണ് ഇന്ത്യ. അപ്പൊ എവിടെ ഒരു തൊഴിൽ സാഹചര്യം ഉണ്ടായാലും തൊഴിലില്ലാതെ ജീവനോപാധി നഷ്ടപ്പെട്ട് നടക്കുന്ന യുവജനതയെ ഓർമ്മിക്കുക, അവരെ അപ്പോൾ തന്നെ അവിടെ അപ്പോയിന്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയാണ് ജനങ്ങൾ ഒരു ഭരണകൂടത്തെ അധികാരത്തിൽ ഏറ്റുന്നത് എന്ന് ഓർത്തിരിക്കുന്നത് ഭാവിക്ക് നല്ലതാണ്.